എടാ എവിടെ ചെന്നാലും നിനക്ക് വഴക്കൊഴിഞ്ഞിട്ട് നേരമില്ലല്ലോ. ഒടുവിൽ നാട്ടുകാർ എന്റെ കൺമുമ്പിൽ വെച്ച് നിന്നെ തല്ലിക്കൊല്ലുന്ന ഞാൻ കാണേണ്ടി വരും. ഈ വഴക്കിൽ ആനയെ കുറ്റം പറയാനല്ല, അവനാണ് ആദ്യം വഴക്കിൽ വന്നത്. എന്തിന്? ഒരു കാരണമില്ലാതെ വന്നാണോ? എടാ മോനെ, നിന്റെ പ്രായം കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളവനാണ് ഞാൻ. അതുകൊണ്ടല്ലേ നിന്നോട് കല്യാണം കഴിക്കണമെന്ന് ഈ അപ്പൻ എപ്പോഴും പറയാറുള്ളത്. അത് കേൾക്കാതെ വഴിയെ പോകുന്ന പെമ്പിളരെല്ലാം കയറി പിടിച്ച നാട്ടുകാർ വെറുതെ വിടുവോ? അപ്പൻ അനാവശ്യം പറയരുത്, ഞാൻ ആരും കയറി പിടിച്ചില്ല. അത്രയും നല്ലത്. ഏതായാലും ഒരു കാര്യം ഞാനിന്ന് ഉറപ്പിച്ചു, ഇനി തന്നെ ഇങ്ങനെ തൊടലൂരി വിട്ടാൻ പറ്റില്ല. നീ പറ, ഈ ഇടവകയിൽ നമ്മുടെ ജാതിയിൽപ്പെട്ട ഏത് പെൺകുട്ടി വേണം? ഞാൻ ചെന്ന് ചോദിക്കാം. പറ. എങ്കിൽ അപ്പൻ ഈ പെണ്ണെ തന്നെ ചെന്ന് ചോദിക്കേ, ഞാൻ കെട്ടിക്കോളാം. ആരെ? ചാക്കോച്ചന്റെ മോളെയോ? എന്താ അവൾ കൊള്ളില്ലേ? അവളുടെ തറവാടും കുടുംബമാണ് ചോദിക്കുന്നെങ്കിൽ കൊള്ളാം. എന്നാ അവളുടെ അപ്പൻ ആ ചാക്കോ, അവനെ നിനക്കറിയില്ലേ? അവന്റെ മോളെ കെട്ടാമെന്നാ പറഞ്ഞത്. അപ്പൻ ചെന്ന് ചോദിക്കേ. എന്നിട്ട് നാണം കെടാനോ? എടാ ആന്റണി, നീ അകത്ത് പോ. എടാ അകത്ത് പോവാൻ. സന്ധ്യക്ക് വീട്ടിൽ ചെന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എന്താ കാര്യം? പത്രോസിന്റെ മോൻ വഴിക്ക് വെച്ച് എന്റെ മോളെ പരിഹസിച്ചെന്നോ, അതിന്റെ പേരിൽ ജോയിയുമായി. എന്താ അത് ചോദിക്കാനാണോ ചാക്കോച്ചൻ ഇങ്ങോട്ട് കയറുന്നത്? ചോദിക്കാനല്ല, പറയാൻ. എന്റെ മോളെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ നിനക്ക് കെട്ടിച്ചേരും. എന്നാൽ അതിന് മുറയുണ്ട്. ചാക്കോ പറഞ്ഞത് ശരിയാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് മുറ അറിയില്ല. ഏതായാലും ഈ കാര്യത്തിൽ എന്റെ മോനോട് ചാക്കോ പൊറുക്കണം. പൊറുക്കാൻ കഴിഞ്ഞുകൊണ്ടാണല്ലോ ഈ നേരത്തെ ഇങ്ങനെ ഞാൻ ഇവിടേക്ക് കയറി വന്നത്. എങ്കിലേരി ഇരിക്കുന്നില്ല, എനിക്ക് പോണം. എല്ലാം പൊറുത്തെങ്കിൽ ചാക്കോ ഇരിക്കണം. അപ്പോ ഞങ്ങള് കേട്ടത് ശരിയാണ്. വറീതുമായി ഞാൻ പിണങ്ങി.